ഓക്കെ, ഇപ്പൊ 2016 ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയാണ് നോക്കുന്നത്. അപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് മീഥേനും ഇല്ല, അതാണ് അതിൽ പഠിക്കേണ്ടതാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇല്ലാത്ത രണ്ട് സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥേനും. അപ്പൊ അത് അറിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പൊതുവെ ഉണ്ട്, 8ഓളം ഐറ്റംസ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ്, നൈട്രോജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. PM10, PM2.5, NO2, SO2, CO ഓക്കെ മോണോക്സൈഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ O2, NH3 അതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. ലെഡും മീഥേനും സൾഫറാണ് അതിൽ ഇല്ലാത്തത്. അതുകൊണ്ട് ഏതൊക്കെ 2, 3, 4 ഏതാ ബി ആണ് ആൻസർ. അടുത്ത വിത്ത് റെഫറൻസ് ടു ദ അസ്ട്രോസാറ്റ് ദ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യയാണ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അസ്ട്രോസാറ്റുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതർ ദാൻ USA ആൻഡ് റഷ്യ, ഇന്ത്യ ഈസ് ദ ഓൺലി കൺട്രി ടു ഹാവ് ലോഞ്ച് ദ സിമിലർ ഒബ്സർവേറ്ററി സ്റ്റേറ്റ്. യുഎസും റഷ്യയും മാത്രം ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് സാധ്യത കുറവുള്ള സംഗതിയാണല്ലോ അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇതാണ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്നത് Astrosat is 200 kilogram satellite placed in the orbit of the 1650 kilometer. പിന്നെ ഇങ്ങനത്തെ ഡാറ്റാസ് ഒക്കെ വരുന്ന സമയത്ത് പൊതുവെ തെറ്റായിരിക്കും കേട്ടോ. കറക്റ്റ് സംഖ്യയൊക്കെ വരുന്ന ഇത്തരത്തിൽ നമ്പേഴ്സ് വരുമ്പോൾ UPSC തെറ്റാറാണ് സാധ്യത കൂടുതൽ, എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇന്ത്യന്റെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ്ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. യൂണിവേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ അൾട്രാവയലറ്റ് ലോ ആൻഡ് ഹൈ എക്സ്റേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. 4th ആണ് USA, റഷ്യ, പിന്നെ ജപ്പാനും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓൺലി എന്നുള്ളത് അവിടെ വീണ്ടും തെറ്റി കണ്ടോ. ജപ്പാൻ ഉണ്ട്. പിന്നെ ഇതിന് പറയുന്നത് ലിഫ്റ്റ് ഏകദേശം 1513 കിലോഗ്രാം ഉള്ളത്, 650 കിലോമീറ്റർ മുകളിൽ മാത്രമാണ്, 1650 ഇല്ല കേട്ടോ. അപ്പൊ അത് തെറ്റാണ്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു അറിയില്ലെങ്കിൽ സംഖ്യ ചോദിക്കുമ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ ചിന്തിച്ചോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് വെറുതെ ചുമ്മാ പറയുന്നതായിരിക്കില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുള്ള പറച്ചിൽ പറയുന്നതാണ്. അനാലിസിസ് നടത്തിയതിനു ശേഷം നമ്മൾ എലിമിനേഷൻ ടെക്നിക്സിന് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനു വേണ്ടി ഒരുപാട് ഇത്തരത്തിൽ നോക്കിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. വിത്ത് റെഫറൻസ് ടു എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ദി മെഡീവൽ ഇന്ത്യ, അതുപോലെ തന്നെ ആരഗറ്റ റെഫേഴ്സ് ടു എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദിക്കുന്നത്. പിന്നെ ഒരു വാട്ടർ വീലാണ് കേട്ടോ, യൂസ്ഡ് ഇറിഗേഷൻ ലാൻഡിൽ ഉപയോഗിക്കുന്നതാണ്. ഡിഫിക്കൽട്ട് ആണ്, ആരെങ്കിലും ആൻസർ ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. വെറുതെ ഗസ് ചെയ്താൽ തെറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഗസ് ചെയ്യാം. ഞാൻ ചുമ്മാ ഗസ് ചെയ്യാൻ പ്ലെയിൻ ഗസ് ഒരിക്കലും പറയാറില്ല, കണ്ണും പൊട്ടി കുത്തുന്ന പരിപാടിയില്ല. ഇന്റലിജന്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ചെയ്തോ, പ്രശ്നമില്ല. എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ. 89 വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, മെമ്മറൈസിംഗ് ദ ക്രോണിക്കിൾസ്, ഡൈനാസ്റ്റി ഹിസ്റ്റോറിയൻസ് ആൻഡ് പിക് ടൈൽസ് വാസ് പ്രൊഫഷൻ ഓഫ് ദി ഹൂ ഓഫ് ദ ഫോളോയിങ്. ആരതായിരുന്നു അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അതും ഒരു ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. മഗധ ആണ്. Recently, for the first time, our country, which of the following states has declared the particular butterfly is the state butterfly ആയിട്ട് ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരാൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആരാണെന്നുള്ളതാണ്. ന്യൂസിലായിരുന്നു, അന്നത്തെ ന്യൂസ് ആണ് മഹാരാഷ്ട്ര. അതിനുശേഷം ഒരുപാട് ആൾ ചെയ്തിട്ടുണ്ടാവും, അത് വിടാം. ഫോളോയിങ് സ്റ്റെപ്പ് മംഗൾയാൻ, നമ്മൾ ISR ലോഞ്ച് ചെയ്ത മംഗൾയാൻ അല്ലെ, നിങ്ങൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ദിസ് ആൾസോ കോൾഡ് ദ മാർസ് ഓർബിറ്റർ മിഷൻ, മാർസിലോട്ടാണ് മംഗൾയാൻ അയക്കുന്നത്, കറക്റ്റ് ആണ്. മെയ്ഡ് ഇന്ത്യ the second country to have the spacecraft to orbit the Mars after USA. അങ്ങനെ സാധ്യത ഉണ്ടോ അല്ലെ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ജപ്പാനും ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ നാസ, സോവിയറ്റ് യൂണിയൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഇന്ത്യ ISRO ഒക്കെ ഉണ്ട്, ഇൻക്ലൂഡിങ് ജപ്പാനും ചൈനയും ഒക്കെ ഉണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ചെയ്തതിൽ മറ്റു 2 ആൾക്കാരുണ്ടാവും. But India is the only country to be successful making the spacecraft to orbit the Mars. It's very first attempt. അത് കറക്റ്റ് ആണ്. ഓൺലി ഇവിടെ ശരിയായതുണ്ടോ, ഇവിടെ ശരിയായും ചെയ്തത്. അതിനാൽ 99% അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാക്കിയതിൽ ഇന്ത്യയാണ് ഫസ്റ്റ് രാജ്യം. ബാക്കിയുള്ള ആരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാക്കിയിട്ടില്ല, മംഗൾയാനിൽ എത്തിയിട്ടില്ല കേട്ടോ. 1, 3 ശരി, സി ആണ് ആൻസർ.
അന്ന് ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു, ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് കൺട്രി, ഫസ്റ്റ് ടൈം ആയിട്ട്. അതുകൊണ്ട് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല അന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അന്നത്തെ what are the main reason for the split in the Indian National Congress at 1907 split ഉണ്ടാകാൻ കാരണം? ഈസി ക്വസ്റ്റ്യൻ ആണ്, അറിയുന്നവർക്ക്. എക്സ്ട്രീമിസ്റ്റ് ലാക്ക് ഫെയ്ത്ത് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദി moderate to negotiate the British government ആയിട്ട്. എക്സ്ട്രീമിസ്റ്റും നമ്മളെ ഇഷ്യൂ ആണ് ഉണ്ടായത്. കമ്മ്യൂണലിസ്റ്റ് അല്ല, മുസ്ലിം ലീഗിന്റെ ഫൗണ്ടേഷൻ അല്ല, അരബിന്ദോ ഘോഷിന്റെ അത് ഇൻഎലിബിലിറ്റി ഒന്നല്ല കേട്ടോ. എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റിന് ആ ഒരു മെത്തേഡിൽ വിശ്വാസം പോയി, അതാണ്. പിന്നെ അതുപോലെ തന്നെ ദ പ്ലാൻ ഓഫ് ദി സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ദാറ്റ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ത് തരുന്നാണ് ഉണ്ടായിരുന്നത്? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണോ നമുക്ക് തരാന്ന് പറഞ്ഞത്? ഇന്ത്യ ഷുഡ് ഗിവൻ ദ ഡൊമിനിയൻ സ്റ്റാറ്റസ് തരുന്നാണ് പറഞ്ഞത്, അല്ലെ? അതാണ്. അപ്പൊ ഡി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫേമസ് പ്ലേസസ് റീജിയൻ എവിടെയാന്നുള്ളതാണ് കേട്ടോ. പിന്നെ അറിയെങ്കിൽ ആൻസർ ചെയ്താൽ മതി, കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ബോധ്ഗയ, ബാഗേൽഖണ്ഡ്, ഖജുരാഹോ, ബുണ്ടേൽഖണ്ഡ് ശരിയാണ്. ശ്രുതി, വിദർഭ, നാസിക്, പിന്നെ മൽവ, തിരുപ്പതി, രായലസീമ. അത് കറക്റ്റ് ആണ്. 2, 5 ശരിയുള്ളതിൽ, ബാക്കിയുള്ളൊന്നും ശരിയല്ല. ബുണ്ടേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് ഒക്കെ എന്ന് പറയുന്നത് മൗണ്ടൈൻ റേഞ്ച് ആണ് സെൻട്രൽ ഇന്ത്യയിൽ. പിന്നെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിനോട് ബോധ്ഗയ എന്ന് പറയുന്നത് ബീഹാറിലല്ല, അതറിയല്ലോ. ബോധ്ഗയ ബീഹാറിലല്ലേ? അത് എന്തായാലും അറിയുന്നതല്ലേ, ബുദ്ധന്റെ ജനനം തൊട്ട്. അപ്പൊ ഒന്നാമത്തെ തെറ്റാന്നാണ്, അത് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 2, 5, 2, 3, 4, 5, 2, 5 എല്ലാത്തിലും ഉണ്ട്. അപ്പൊ 3, 4, 2, 5 എന്തായാലും ഉറപ്പാണ്. 3, 4 ശരിയാണോ നോക്കിയാൽ മതി. നാസിക്, മൽവ അല്ലല്ലോ, മൽവ അല്ല, നാസിക് നമുക്ക് അറിയുന്ന സ്ഥലല്ലേ. പിന്നെ തിരുപ്പതി രായലസീമയിൽ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രത്തിലാണ് വിദർഭ വരുന്നത്, ഈസ്റ്റേൺ റീജിയനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഷിർദി എന്ന് പറയുന്നത് അഹമ്മദ്നഗർ ഡിസ്ട്രിക്ട് ആണ് മഹാരാഷ്ട്രയിൽ, വിദർഭ റീജിയൻ അല്ല. അടുത്ത, പാർലമെന്റ് ഓഫ് ഇന്ത്യ അക്വയർ ദ പവർ ടു ലെജിസ്ലേറ്റ് ഓൺ എനി ഐറ്റംസ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ് ഇഫ് എ റെസൊല്യൂഷൻ ഓഫ് ദി എഫക്ട് പാസ്ഡ് ബൈ. ഇപ്പൊ രാജ്യസഭ നമ്മുടെ പാർലമെന്റിന് സ്റ്റേറ്റിലുള്ള ഏത് നിയമം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ആര് പാസ്സാക്കണം? രാജ്യസഭ പാസ്സാക്കണം. അതാണ് സ്റ്റേറ്റിന്റെ, രാജ്യസഭന്റെ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ആണ് അത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് പ്രസിഡന്റ് വോട്ടിങ്ങിലാണ് ഇതിൽ പാസ്സാക്കണം. സിമ്പിൾ അല്ല കേട്ടോ, ഇതിൽ രാജ്യസഭയാണ് സിമ്പിൾ. ഡി ആണ് ആൻസർ. രാജ്യസഭനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആവാം. Recently, which of the following states has explored the possibility of the constructing the artificial inland port to be connected to the sea by long navigation ചാനലിലൂടെ? ഏത് സ്റ്റേറ്റ് ആണ് അങ്ങനെ? അത് ന്യൂസിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് അറിയില്ലെങ്കിലും പ്രശ്നമില്ല. രാജസ്ഥാനിലാണ്. ഇൻലാൻഡ് ഷിപ്പിംഗ് പോർട്ട് ഉണ്ടാകാൻ രാജസ്ഥാൻ. റൺ ഓഫ് ക്രീക്ക് ആയിട്ടൊക്കെ, റൺ ഓഫ് കച്ചു ആയിട്ട് കണക്ഷൻ ആണ്. എന്നുള്ളതാണ് ചോദിക്കുന്നത്. പാരീസും അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അഗ്രിമെന്റ് വാസ് സൈൻഡ് ബൈ ദ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് കൺട്രീസ് ഓഫ് ദി UN. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ സാധ്യത ഉണ്ടോ? ഇല്ല, എല്ലാവരും സൈൻ ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സക്സസ്ഫുള്ളി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2020 വരെയാണ് കേട്ടോ. Second, the agreement aimed to limit the greenhouse gas emission so that the rise of average global temperature by the end of this century does not exceed 2 degree or 1.5 degree കൂട്ടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതാണ് എന്റെ മെയിൻ എയിം. അറിയുന്നതായിരിക്കും, എപ്പോഴും നിങ്ങൾ കാണുന്നതാണ്. Developed countries acknowledge their historical responsibility in the global warming and committed to donate 10,000 billion a year from 2020 to help developing. എത്ര പൈസ ഒക്കെ എന്തായാലും 1000 ബില്യൺ ഇതിനേക്ക് വേണ്ടി കൊടുക്കുമോ? ഓക്കെ, ഇപ്പൊ ഒരു ഇതിനാകെ അത്ര ഉണ്ടാവില്ല, എല്ലാരും കൂടി. അപ്പൊ അത്തരം ഞാൻ പറഞ്ഞ സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ തെറ്റാണ് കേട്ടോ. പിന്നെ ഇവര് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെ ഭാഗമായിട്ട് അറിയോ?
അത് നമ്മളുടെ ഈ ഒരു കാര്യം കൂടി അറിയണം. സ്റ്റിൽ റെസ്പോൺസിബിലിറ്റി അവര് സമ്മതിച്ചത് ഏതിലാന്ന് അറിയോ? നമ്മളെ ക്യോട്ടോയിലാണ്. പാരീസിലേക്ക് വരുമ്പോൾ അതില്ല. എല്ലാവർക്കും കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം അപ്രോച്ച് ആണ് നാഷൻസ് അവരുടെ ഓൺ ടാർഗറ്റ് അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും കേട്ടോ. അല്ല ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല എന്ന് അറിഞ്ഞിട്ട് ക്യോട്ടോയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. എമിഷൻ ടാർഗറ്റ് കൊടുത്തിരുന്നത്. ഇവിടെ അതില്ല. പിന്നെ സംഖ്യ വരുമ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഖ്യ വരുന്നൊക്കെ ഇപ്പൊ തെറ്റിക്കാണ് നമ്മളത് ക്വസ്റ്റ്യൻ UPSC. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വാസ് ഫസ്റ്റ് പ്രപ്പോസ് ഇൻ 1972 ബൈ ദ ഗ്ലോബൽ തിങ്ക് ടാങ്ക് ക്ലബ് ഓഫ് റോം ആണ് ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വാസ് ടു ബി അച്ചീവ്ഡ് വിത്ത് 2030. അത് കറക്റ്റ് ആണ്. ഫസ്റ്റ് ടൈം ആയിട്ട് അന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ള ഐഡിയ ഒന്നും വരുന്നില്ല. ക്ലബ് ഓഫ് റോം എന്നുള്ള ലിമിറ്റ് ഗ്രോത്ത് സസ്റ്റൈനബിലിറ്റി ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, 1972 കേട്ടോ. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പർപ്പസ് അങ്ങനെ ആയിരുന്നില്ല. അത് പിന്നീടാണ് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മുന്നോട്ട് 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് SDGs ഗോൾസ് ആയിട്ടാണ് വരുന്നത്. മുമ്പ് പോലെ സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ക്ലബ് ഓഫ് റോം ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. റീസെന്റ് മൂവി ഡേറ്റഡ് ദ മാൻ ഹൂ ന്യൂ ദ ഇൻഫിനിറ്റി. ബയോഗ്രഫി ഓഫ് ആരുടെ ബയോഗ്രഫിയാണ്? ഓക്കെ, രാമാനുജൻ. സ്റ്റേറ്റ്മെന്റ് പിന്നെ പോലെ തന്നെ മീഡിയം ലെവലാണ് അറേഞ്ച് ചെയ്യുക. ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ് ഫോർ ദ എനി പേഴ്സൺ ടു ബി മെമ്പർ ഓഫ് ദി പഞ്ചായത്ത് 25 ഇയർ ആണോ? പഞ്ചായത്ത് 21 അല്ലേ? അറിയുന്നതാണ്. The Panchayat constituted after the premature dissolution continued to only for the remaining period. Correct അല്ലേ? ഒരു പഞ്ചായത്ത് പ്രീമച്ചുവർ ആയി പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ, പ്രീമച്ചുവർ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇനി ബാക്കി എത്ര കാലാവധി അത്ര കാലത്തേക്ക് മാത്രമായിരിക്കും ഇലക്ഷൻ നടക്കുക. അല്ലാതെ പിന്നെ 5 കൊല്ലം കിട്ടൂല കേട്ടോ. അതാണ് അതിന്റെ ആൻസർ. അപ്പം ബി ഓൺലി. ഇതാണ് 2016 ക്വസ്റ്റ്യനിൽ അറിയേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രേ ഉള്ളൂ. കുറച്ച് ഫാസ്റ്റിൽ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ തന്നെ നമുക്ക് 2 മണിക്കൂർ എടുത്ത്, അല്ലെങ്കിൽ തീരൂല. നമുക്ക് നാളെ 2017 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെയിം ടൈം അല്ല, 8 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക നാളത്തെ കേട്ടോ. സോറി, നാളെ സൺഡേ അല്ലേ? നാളെ ഇതേ സമയത്ത് തന്നെ 7 മണിക്ക് തന്നെ. ഓക്കെ, ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. സെയിം ലിങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. ലിങ്ക് ഒന്നും മാറ്റില്ല കേട്ടോ.